പപ്പായ തിന്നാനുള്ള കൊതി കൊണ്ട് കടയിൽ നിന്ന് മേടിച്ചൊരു പപ്പായയാണ് കേട്ടോ ഇത്. സത്യത്തിൽ കടയിൽ നിന്ന് മേടിക്കണേൽ നല്ലത് നമ്മുടെ വീട്ടിലുള്ള പപ്പക്കായും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മധുരം വേറെ തന്നെയാണ്. പക്ഷേ നിവൃത്തിയില്ല, പപ്പക്കായ നമ്മുടെ വീട്ടിലില്ല, തൊട്ടപ്പുറത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൊതിക്ക് മേടിപ്പിച്ചതാണ് കൂട്ടുകാരനെ കൊണ്ട്. പപ്പായയുടെ പുറം വശം കണ്ടിട്ട് പഴുത്തിട്ടില്ല, മഞ്ഞ കളർ ഇങ്ങനെ ആയി വരണുള്ളൂ. അപ്പം ഞാൻ മഞ്ഞ കളർ അധികമുള്ള ഭാഗത്തുനിന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്തു. പക്ഷേ അവസ്ഥ വളരെ ദയനീയമാണ്, പഴുപ്പ് തീരെ ആയിട്ടില്ല. എന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ കഷ്ണം ഒരു പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചു കേട്ടോ, ഒരു കവറിലാക്കിയിട്ട് നാളെയും മറ്റന്നാളെ ഞാൻ തുറന്ന് നോക്കാം, പഴുക്കാച്ച പഴുക്കട്ടെ, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു വിശ്വാസങ്ങൾ. അങ്ങനെ അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു മുഴുവൻ പപ്പക്കായ ഒരു കഴിക്കൂല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു പീസ് കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണുള്ളൂ ബാക്കിയുള്ളതും കൂടി ചെത്തി കളയേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് അത് വെച്ച് അതിങ്ങനെ നടുവാക്കിയിട്ട് 2 കഷ്ണമാക്കി, എന്നിട്ട് അതിലത്തെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുക്കുകയാണ്. ഉണ്ണിക്കുട്ടനെ അമ്പാടിക്കും പപ്പക്കായ മുറിക്കാമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടിട്ട് തീരെ ഒരു സമാധാനമില്ല. അമ്പാടിക്കാൻ വെച്ചാൽ അങ്ങനെ തിന്നണം ഇങ്ങനെ തിന്നണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സാധനം നമ്മുടെ വീട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കഴിച്ച് അവസാനിപ്പിക്കുക എന്നുള്ള ചിന്താഗതിയുള്ള ആളാണ് കേട്ടോ അമ്പാടി. പിന്നെ ഞാൻ അതിൽ നിന്നൊരു കഷ്ണം ആദ്യം അവന് കൊടുത്തു നോക്കി. അപ്പോൾ അവനത് തിന്നുന്നുണ്ട്. ഞാൻ തിന്നു നോക്കിയപ്പോൾ ആ പശയുടെ ഒരു ടേസ്റ്റും തീരെ മധുരവും ഇല്ല. ഒരു ഒരു രസമില്ലാത്തൊരു പപ്പക്കായ എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ അടുത്ത കഷ്ണത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയൊരു പശ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ ഒരു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വായയുടെ ചുറ്റിനും ഇങ്ങനെ പൊള്ളിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ അതൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് എടുത്തു, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. എന്നിട്ട് അത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി. ഇനി കൊടുത്താലും ആ പശയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, പൊള്ളലും പേടിക്കും വേണ്ട. ഒരു കുഞ്ഞു പാത്രത്തിലാക്കിയിട്ട് ഒരു കഷ്ണം എടുത്ത് തിന്ന് നോക്കിയപ്പോൾ പൈസ കളയാനും മധുരം ഇല്ലാത്തൊരു പപ്പക്കായ മനുഷ്യന്മാരെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് ആശിച്ച് നോക്കി മേടിച്ചതാണ്. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടനെ അമ്പാടി ഒരു കസാരയിലൊക്കെ ഇരുന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അമ്പാടിക്ക് അതിൻ്റെ ടീസ്പൂൺ വേണം. ഞാൻ പറഞ്ഞ ടീസ്പൂണൊന്നും വേണ്ട അമ്പാടി, കൈ കൊണ്ട് കഴിച്ചാൽ മതി, ചേട്ടനും നീയും കൂടി ഷെയർ ചെയ്ത് കഴിക്കിട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 പേരും കൂടിയിട്ട് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.